ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു DJ സ്പീക്കറാണ്. ഒരു കിഡിലൻ പ്രൊഡക്റ്റ് സെബ്രോണിക്സ് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് വലിയൊരു ബോക്സിലാണ് ഈ ഒരു DJ സ്പീക്കർ റിസീവ് ആയത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് വന്നിരുന്നു എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇതൊരു ട്രോളി സ്പീക്കറാണ്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രോളി സ്പീക്കർ ആണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും വലിച്ചോണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ മോഡൽ വരുന്നത് സെബ് ഡാസിയോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 വീക്സ് ആയി. 130 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്പീക്കറാണിത്. ഇതിന്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ 7 അവേഴ്സിന്റെ പ്ലേ ബാക്ക് ടൈം കിട്ടും. പിന്നെ 2 മൈക്കുകൾ ഇതിനോടൊപ്പം വരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ പറയാം. ബോക്സ് കണ്ടന്റ് ആയിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് പറയാം. ആദ്യത്തെ മെയിൻ കണ്ടന്റ് നമ്മുടെ സ്പീക്കറാണ്. ഇതാണ് നമ്മുടെ ട്രോളി സ്പീക്കർ. ഇത്രയും വലിപ്പമുള്ള ട്രോളി സ്പീക്കറാണ്. അതിനോടൊപ്പം തന്നെ ഒരു റിമോട്ട് കിട്ടിയിരുന്നു, 2 വയർലെസ് മൈക്ക് ഉണ്ടായിരുന്നു, ഒരു പവർ കേബിള്, 2 ടൈപ്പ് സി കേബിള്, DC കേബിള്, ഇൻപുട്ട് കേബിള്, പിന്നെ ഒരു QR കോഡ് യൂസർ മാനുവലുമാണ് ബോക്സിൽ കിട്ടിയത്. ഇതിന്റെ സൈസ് കാരണം എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഇത് മൊത്തം കവറായിട്ട് വരുന്നില്ല. നല്ല വലിപ്പമുണ്ട്. നോക്കി ഞാൻ എടുത്ത് കാണിക്കാം. ഇത്രയും വലിപ്പമുണ്ട് ഈ ഒരു സ്പീക്കറിന്. ഇത് ഇപ്പൊ കാണുമ്പം വലിയ രസമൊന്നും തോന്നില്ലെങ്കിലും ഇതിന്റെ ഫുൾ RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ്, നല്ല ലുക്ക് വരും. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാമോ? 8.85 kg, അതായത് 9 kg അടുത്താണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. പക്ഷെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഒന്നെങ്കിലും വലിച്ചുകൊണ്ട് പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ 3 സൈഡിലും ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാനായിട്ട്. മുകളിലൊരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ സൈഡിലെ വശങ്ങളിലായിട്ട് 2 സൈഡിലും ഹാൻഡിലുണ്ട്. പിന്നെ നമുക്ക് ഒരു ട്രോളി ആയിട്ട് ഇത് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഹാൻഡിലൂടെ ഇതിന്റെ ടോപ്പിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും. ഇതിന്റെ RGB സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ RGB കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴ്വശത്തായിട്ട് ഇവിടെ RGB, പിന്നെ ഇതിന്റെ മുകളിൽ വോളിയം കൺട്രോൾ റോട്ടറി ബട്ടൺ ഉണ്ട്, അതിലും RGB ലൈറ്റിംഗ് സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ RGBയുടെ ഒരു സെറ്റപ്പ് ഉള്ളൂ. ബാക്ക് സൈഡിലോ ഒന്നും RGB ലൈറ്റിംഗ് കൊടുത്തിട്ടില്ല. ഈ കാണുന്നതാണ് ഇതിന്റെ കൺട്രോൾ പാനൽ. ഇവിടെ കുറെ സ്വിച്ചസും പോർട്സും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുകളിലായിട്ട് DC ഇൻ പോർട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്തായിട്ട് USB പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മെമ്മറി കാർഡിനാണുള്ളൊരു പോർട്ട് നൽകിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് 32 GB വരെ സപ്പോർട്ടഡ് ആണ് ഈ ഒരു പോർട്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 6.3 mm മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് AC ഇൻപുട്ട് പോർട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ LED ഓൺ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LED ലൈറ്റ്സ് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് ഓൺ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പവർ ഓഫ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പവർ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം ഇവിടെയായിട്ടാണ് ഓക്സ് ഇൻപുട്ട് പോർട്ട് നൽകിയിട്ടുള്ളത്. 3.5 mm ഒരു പോർട്ടാണിത്. ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്വിച്ച് കൺട്രോൾസ്. ഇത് വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ്. അതിൻ്റെ അടുത്തായിട്ട് മെനു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിൻ്റെ ഓരോ ബട്ടൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ അതിൻ്റെ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അടുത്തായിട്ടാണ് റെക്കോർഡ് ബട്ടൺ നൽകിയിട്ടുള്ളത്. റെക്കോർഡ് ബട്ടൺ അടുത്തായിട്ട് മോഡ് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിനടുത്ത് EQ ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെ LED മോഡ്സിന്റെ ഒരു ബട്ടണാണ് ഈ നൽകിയിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LEDയുടെ പാറ്റേൺ ഇതേപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ പാറ്റേണിലുള്ള LED ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. കുറച്ച് പ്രീ സെറ്റ് മോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഏത് വേണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന്റെ താഴെയായിട്ട് TWS ഫംഗ്ഷൻ ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനുള്ള ബട്ടൺ. ഈ കൊടുത്തിരിക്കുന്ന ബട്ടൺ മൈക്ക് പ്രയോറിറ്റി ബട്ടൺ ആണ്. വോക്കൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൈക്ക് പ്രയോറിറ്റി മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ ഒരു റോട്ടറി കൺട്രോൾ സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മൈക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതും റൈറ്റ് സൈഡിൽ മ്യൂസിക്കിന്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വോളിയം അപ്പ് ഡൗൺ ചെയ്യാൻ നല്ല ഈസിയാണ്. ഇതിൽ LED ലൈറ്റിംഗ് സെറ്റപ്പ് കൂടെ നൽകിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന LED പാറ്റേൺ അനുസരിച്ച് ഇവിടെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ്. ഇതിനൊപ്പം 2 വയർലെസ് മൈക്ക് വരുന്നുണ്ട്. ഇതിന് രണ്ടിലും വോയിസ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. മൈക്ക് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകുകയും ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് പെയർ ആകുകയും ചെയ്യും. 2.4 GHz ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള ബട്ടണും മൈക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൈക്ക് മോഡ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓവറോൾ നല്ല ക്വാളിറ്റി ഉള്ള വയർലെസ് മൈക്കാണ് ഈ സ്പീക്കറിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് വരുന്നത്. USB ഉണ്ട്, മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും അപ് ടു 32 GB. അതേപോലെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം,
FM ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ TWS ഫംഗ്ഷനും ഉണ്ട്. നമുക്ക് ഒന്നിലധികം സ്പീക്കർ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ സ്പീക്കർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡ് മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 130 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഇതിൽ കിട്ടുന്നത്. ഡ്രൈവേഴ്സിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ റേഞ്ച് ഡ്രൈവർ വരുന്നത് 38.1 സെന്റിമീറ്റർ ആണ്. ട്വീറ്ററിന്റെ സൈസ് 2.54 സെന്റിമീറ്റർ ആണ്. ഫുൾ റേഞ്ച് ഡ്രൈവർ 3 ഓംസിന്റെയും ട്വീറ്റർ 8.5 ഓംസിന്റെയുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഫ്രീക്വൻസി റെസ്പോൺസ് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുമാണ് ഇതിൽ ലഭിക്കുക. പാർട്ടി സ്പീക്കർ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ബാറ്ററി ബാക്കപ്പ് എത്ര കിട്ടുമെന്നുള്ളതാണ്. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ബ്രാൻഡ് പറയുന്നത് 7 hours ആണ്. 9 hours ആണ് ഇതിന്റെ ചാർജിങ് ടൈം പറയുന്നത്. അപ്പൊ 7 hours ഒരു 6 hours ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രോഗ്രാമിലൊക്കെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നിടം വരെ നമുക്ക് ഇത് ചാർജ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിലൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. അതൊന്ന് കേട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും നമുക്ക് റിയൽ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക. കാരണം നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു മൈക്കിലൂടെ റെക്കോർഡ് ചെയ്താണ് നിങ്ങളെ കേൾപ്പിച്ചത്. അതും ഞാനൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ആണ് കേൾപ്പിച്ചത്. ആ ഒരു കോപ്പിറൈറ്റ് മ്യൂസിക് പ്രത്യേകിച്ച് ഒരു രസമുള്ള മ്യൂസിക് അല്ല. എന്നാൽ നമ്മുടെ പാട്ടുകൾ, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ല സെറ്റായിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിൽ കിട്ടുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള പാട്ടുകൾ ഇട്ട് ഞാനൊരു സൗണ്ട് ടെസ്റ്റ് നടത്തി നിങ്ങളെ കേൾപ്പിക്കാത്തതിന്റെ കാര്യം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ പലപ്പോഴും പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ അത്ര നമുക്കത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. എന്തായാലും ഞാൻ ഇത് ഉപയോഗിച്ചിടത്തോളം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഇപ്പം ബേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഓവർ ആയിട്ടുള്ള ബേസോ ട്രിബിളോ അങ്ങനെയൊന്നുമല്ല, മൊത്തത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിൽ കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ സാധാരണ നമ്മൾ ഫുൾ വോളിയത്തിലൊക്കെ വെക്കുമ്പോൾ ഇതുപോലുള്ള സ്പീക്കറുകളിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രോഷൻസ് ഉണ്ടാകാറുണ്ട്. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നോട്ട് ചെയ്തില്ല. ഞാൻ ഫുൾ വോളിയത്തിൽ പല പാട്ടുകളും മാറി മാറി കേട്ട് നോക്കി. അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെബ്രോണിക്സിന്റെ ഒരുപാട് പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം സെബ്രോണിക്സിന്റെ എല്ലാ പ്രോഡക്റ്റുകളുടെയും ബിൽഡ് ക്വാളിറ്റി പക്കായാണ്. ഇതിന്റെയും ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലെ ഗ്രില്ലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലാണ് ഇതിന് നൽകിയിരിക്കുന്നത്. കുറച്ച് റഫ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു രീതിയിലുള്ള പ്രശ്നവും ഇതിന് സംഭവിക്കത്തില്ല. അതേപോലെ ഇതിന്റെ വീൽസ് നോക്കിക്കഴിഞ്ഞാൽ വീലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീലാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏകദേശം മുതലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആമസോണിൽ ഇതിന്റെ ബൈ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ കിട്ടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.